കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പും കേരള സർവകലാശാല തെരഞ്ഞെടുപ്പും ഉൾപ്പെടെ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട സർവകലാശാല തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ KSUവും MSFും അക്രമങ്ങളിലൂടെ കേരളത്തിൻ്റെ സർവകലാശാലകളെ ക്യാമ്പസുകളെ പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന പരിശ്രമം ബോധപൂർവമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനെ തുറന്നു കാട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി മാധ്യമങ്ങളെ കാണുന്നത്. നിങ്ങൾ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് SFI നേരിട്ടത്. നിങ്ങൾ ഓരോ ക്യാമ്പസിലേക്കും പോയാൽ ഈ കേരളത്തിനകത്ത് തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ഓരോ ക്യാമ്പസിലും ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് വർഗീയതയ്ക്കെതിരായ പോരാട്ടം നയിച്ച് അരാഷ്ട്രീയതയ്ക്കെതിരായ പോരാട്ടം നയിച്ച് സമീപകാലത്ത് കേരളത്തിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും സവിശേഷമായ വിഷയങ്ങൾ ഉയർത്തി സമരം ചെയ്ത് ആ സമരങ്ങളുടെ കൂടി മുദ്രാവാക്യങ്ങളെ ക്യാമ്പസുകൾ എത്തിച്ചിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകളെ ആകെ നേരിട്ടത്. ഞങ്ങൾ ഈ കേരളത്തിനകത്തെ പൊതുസമൂഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റ് ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടും, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണല്ലോ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും, ഈ കേരളത്തിനകത്ത് SFI ഒഴികെ മറ്റേത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പറയാൻ തയ്യാറാവുന്നത്? ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളെ അരാഷ്ട്രീയതയുടെ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം സവിശേഷമായി നാം കണ്ടത്. മറ്റ് സംഘടനകളെല്ലാം ശ്രമിച്ചത്, പക്ഷേ അവിടെ വ്യത്യസ്തമായൊരു ശബ്ദം SFIയുടേതായിരുന്നു. ഇപ്പോൾ SFIയുടെ തന്നെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. മറ്റ് പല തെരഞ്ഞെടുപ്പുകളിലും SFI വിജയിച്ച് വരുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പുകളും വിജയിച്ച് വരുമ്പോൾ വിജയങ്ങളിൽ പോലും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ പങ്കുവച്ചവരാണ്. പാലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പാലസ്തീനിലെ മനുഷ്യരനുഭവിക്കുന്ന പ്രയാസങ്ങളും അവരുടെ പോരാട്ടങ്ങളും പോലും വിജയത്തിൻ്റെ ഭാഗമായി, ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി ചേർത്ത് വെക്കാൻ SFI തയ്യാറായതിനെ കേരളമാകെ കണ്ടതാണ്. പക്ഷേ മറ്റൊരു സംഘടനയും ഈ കേരളത്തിനകത്ത് ആ നിലയിൽ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്താൻ തയ്യാറാവുന്നില്ല എന്നൊരു പ്രശ്നം. അത് തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികൾ ജയിപ്പിക്കാതെ വരുമ്പോൾ ആ ജയിപ്പിക്കാതെ വരുന്ന വിദ്യാർത്ഥികളോടുള്ള ദേഷ്യം ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ സംഘർഷം സൃഷ്ടിച്ച് അത് അട്ടിമറിക്കാനുള്ള പരിശ്രമം കേരളത്തിനകത്ത് നടത്തുകയാണ്. അത് ഈ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട രണ്ട് വർഗീയ ശക്തികളാണ് ഈ പരിശ്രമത്തിന് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. അതിലൊന്ന് ABVP ആണ്, സംസ്കൃത സർവകലാശാലയിൽ നമ്മളത് കണ്ടു. മറ്റൊന്ന് MSF ആണ്, കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായ DSU തെരഞ്ഞെടുപ്പിൽ ഇന്നലെ നമ്മൾ കണ്ടു. സംസ്കൃതം സർവകലാശാല തെരഞ്ഞെടുപ്പിൽ അവിടെ മെയിൻ ക്യാമ്പസിൽ ABVPക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് SFI കൃത്യമായ ഇടപെടലിലൂടെ വിദ്യാർത്ഥികളോട് രാഷ്ട്രീയം പറഞ്ഞ് ആ അക്കൗണ്ട് പൂട്ടിച്ചു. ആ അക്കൗണ്ട് പൂട്ടിച്ചതിൻ്റെ വിരലിൽ ഈ കേരളത്തിനകത്ത് സംസ്കൃത സർവകലാശാലയിലേക്ക് എന്തൊക്കെ അക്രമമാണ് അവർ നടത്തിയത്? എന്തിനാണ് വിദ്യാർത്ഥികൾ തോൽപ്പിച്ചതിന് സർവകലാശാല ആക്രമിക്കാൻ ABVP തയ്യാറാവുന്നത്? അത് ഈ കേരളത്തിനകത്തെ വർഗീയവാദികളെ വിദ്യാർത്ഥികൾ അംഗീകരിക്കാത്തത് കൊണ്ട്, എന്നാൽ ആക്രമിച്ച് ഞങ്ങൾ കീഴ്പ്പെടുത്തി കളയാം എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് അവിടെ നമ്മൾ കണ്ട അക്രമം. ഒന്നാണ്. രണ്ട്, ഇന്നലെ DSU തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കൂ. DSU തെരഞ്ഞെടുപ്പ്, ആ DSU തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്ന ഘട്ടം, ആ പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി സബ് സെൻ്ററാണ് DSU, കാലിക്കറ്റ് സർവകലാശാല DSU. ആ DSUവിൻ്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്ന ഘട്ടം, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ MSFന് പരാതിയില്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് വിഷയങ്ങൾ വരുമ്പോൾ MSFന് പരാതിയില്ല, വോട്ടിംഗ് വിദ്യാർത്ഥികൾ പൂർത്തിയാക്കുമ്പോൾ MSF പരാതിയില്ല. വോട്ടെണ്ണലിന് തൊട്ട് മുമ്പ് ആ സർവകലാശാല ഒരു യോഗം നടക്കുകയാണ്. ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? ആ സർവകലാശാലയിൽ രഹസ്യമായി ഗസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ അവിടുത്തെ VC നിയോഗിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടത്താൻ വേണ്ടി നിയോഗിച്ച ഒബ്സർവറാണ്. ആ ഒബ്സർവറും KSUവിൻ്റെയും MSFിൻ്റെയും പ്രധാനപ്പെട്ട ബൂത്ത് ഏജൻറ്റുമാരും കൂടി ചേർന്നിട്ട് അവിടെ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസ് യോഗം ചേരുകയാണ്. എന്താ യോഗത്തിലെടുത്ത തീരുമാനം? ആ യോഗത്തിലെടുത്ത തീരുമാനമാണ് വിദ്യാർത്ഥികൾ എന്തായാലും ഞങ്ങളെ ജയിപ്പിക്കാൻ പോകുന്നില്ല, MSFനെ. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഞങ്ങളെ ജയിപ്പിക്കാത്ത സ്ഥിതിക്ക് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇനി പുറത്തേക്ക് വരേണ്ടതില്ല എന്നതായിരുന്നു MSFും KSUവിൻ്റെയും തീരുമാനം. ആ തീരുമാനം അവർ നടപ്പിലാക്കുന്നതാണ് പിന്നീട് ഈ കേരളത്തിനകത്ത് DSU തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിങ്ങിൻ്റെ കൗണ്ടിങ് നടക്കുമ്പോൾ ഞാനും നിങ്ങളും കണ്ടത്. നിങ്ങൾ നോക്കൂ, ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയം ആ ഗൗരവത്തിൽ കേരളത്തിനകത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നൊരു പരാതി, ഒരു ഗൗരവമുള്ളൊരു വിമർശനം കൂടി ഞാൻ എൻ്റെ ഭാഗം സൂചിപ്പിക്കുകയാണ്. ഒരു വോട്ടെണ്ണൽ പ്രക്രിയ, ഒരു നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി വോട്ടെണ്ണൽ പ്രക്രിയ, ആ വോട്ടെണ്ണൽ പ്രക്രിയ അട്ടിമറിക്കാൻ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ടൊരു സംഘടന തന്നെ നേതൃത്വം കൊടുത്തിട്ട് അതിനെ സംബന്ധിച്ച് ഗൗരവമായൊരു ചർച്ച കേരളത്തിൽ നടക്കേണ്ടതല്ലേ? ആരോടാണ് ഇവർ വാശി തീർക്കുന്നത്? 400-500 വോട്ടിന് SFIയുടെ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലറ്റ് വിഴുങ്ങിയും ബാലറ്റ് കീഴിയും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള പരിശ്രമം നടത്തുന്നത്. ആരൊക്കെയാണ് പരിശ്രമം നടത്തിയത്? ഞങ്ങൾ പറയുന്ന ലിസ്റ്റല്ല കേട്ടോ. ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത റിട്ടേണിംഗ് ഓഫീസർ സൈൻ ചെയ്ത് സീൽ ചെയ്ത് മാധ്യമങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള പത്രക്കുറിപ്പാണ് ഞാൻ ഈ കാണിക്കുന്നത്. ആ പത്രക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായി പറയുന്നത്, ഏറ്റവും സുഗമമായി രാവിലെ 9 മണി മുതൽ 12:30 വരെ ഇലക്ഷൻ പൂർത്തിയായി, അവിടെ സംഘർഷമില്ല. റിട്ടേണിംഗ് ഓഫീസർ പറയുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി ആരംഭിച്ച കൗണ്ടിങ്
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ സലാഹുദ്ദീൻ കോട്ടുവാള, PK മുബഷീർ, TP അസ്താഫ്, സലാഹുദ്ദീൻ T ഇവരൊക്കെ ആരാണ്? ഇവർ KSUവിൻ്റെയും MSFൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ്. ഇവർ 3 പേർ MSF നേതാവും, ഒരാൾ KSU ആണെന്നും ഞാൻ പറഞ്ഞ അയാളെ കൊച്ചാക്കുന്നില്ല, അയാൾ യൂത്ത് കോൺഗ്രസ് ആണ്. അയാളുടെ പ്രായം 38 വയസ്സാണ്. ഏത് പ്രായത്തിലും കേരളത്തിൽ പഠിക്കും. ഇപ്പോൾ FIUGP വന്നതുകൂടി ഏത് പ്രായത്തിലും ആർക്കും ഡിഗ്രി കോഴ്സ് വരെ പഠിക്കാൻ കഴിയുന്ന സൗകര്യമുണ്ട്. പക്ഷേ 38 വയസ്സുള്ള ഈ മഹാനൊക്കെ ക്യാമ്പസിൽ പഠിക്കാൻ വരുമ്പോൾ ആ ക്യാമ്പസിൻ്റെ സമാധാനം അന്തരീക്ഷം തന്നെ തകർത്ത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്വൈര്യമായി ക്യാമ്പസിൽ ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാനുള്ള മാന്യതയെങ്കിലും ഈ മഹാൻ കാണിക്കണ്ടേ? എന്താ ഈ മഹാൻ കാണിക്കുക? യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയാണ്. 38ാമത്തെ വയസ്സിൽ പഠിക്കാൻ വരുമ്പോൾ പഠിക്കാൻ വരുന്നതിനെയല്ല ഞങ്ങൾ കളിയാക്കുന്നത്, പക്ഷേ അങ്ങനെ പഠിക്കാൻ വരുമ്പോൾ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഇയാൾ അവിടെ നേതൃത്വം കൊടുക്കുകയാണ്. എന്നിട്ടോ ഈ 4 പേർ ചേർന്ന് അവിടെ SFIയുടെ അവിടുത്തെ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പർ വിഴുങ്ങാണ്, ബാലറ്റ് പേപ്പർ കീറിയെറിയാണ്. ആ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നല്ലോ. വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്? റിട്ടേണിംഗ് ഓഫീസറുടെ ബാഗിനകത്ത് വേറെ ബാലറ്റുകൾ ഉണ്ടായിരുന്നു. ആ റിട്ടേണിംഗ് ഓഫീസറുടെ ബാഗ് ഇവർ തന്നെ പരിശോധിക്കുന്ന വീഡിയോ പുറത്തേക്ക് വന്നു. ഏതെങ്കിലും ബാലറ്റ് വന്നോ? അവിടെ പോലീസ് ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും തരത്തിൽ അന്യായമായൊരു പ്രവർത്തനം അവർ നടത്തിയെങ്കിൽ ഇവരുടെ സ്വന്തം ആളല്ലേ VC ഇല്ലേ? അതല്ലേ രസം. നമ്മൾ എത്ര തവണ ഡോക്ടർ P രവീന്ദ്രനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വളരെ ഗൗരവത്തോടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഡോക്ടർ P രവീന്ദ്രൻ RSSന് വേണ്ടി ചെയ്യുന്ന വിടുപണികളെ കണ്ണടച്ച് ഈ കേരളത്തിനകത്ത് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതിന് MSFന് ലഭിക്കുന്ന പിന്തുണയാണ് ഡോക്ടർ P രവീന്ദ്രൻ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ MSFന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ P രവീന്ദ്രൻ RSSന് വേണ്ടി ഒരു വശത്ത് വിടുപണി ചെയ്യുമ്പോൾ മറുവശത്ത് അതിനെതിരെ ഒരു ശബ്ദം കൊണ്ട് പോലും പ്രതിരോധിക്കാത്ത MSFനെ എല്ലാ നിലയിലും സഹായിക്കുകയാണ്. എന്താണ് ഡോക്ടർ P രവീന്ദ്രനും MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ബന്ധം? ഇവർ വ്യക്തമാക്കട്ടെ. എന്താ ബന്ധമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, അവർ പരിശോധിക്കട്ടെ, കേരളം പരിശോധിക്കട്ടെ എന്താ ബന്ധമെന്ന്. ഡോക്ടർ P രവീന്ദ്രന് കുടുംബാംഗങ്ങളെക്കാൾ സ്നേഹം MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോടാണ്. RSS കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ P രവീന്ദ്രന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഈ ഇഷ്ടത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ഡോക്ടർ P രവീന്ദ്രൻ RSSൻ്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്ന ഡോക്ടർ P രവീന്ദ്രൻ, RSSൻ്റെ പരിപാടികൾക്ക് സ്വന്തം ക്യാബിനിൽ നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ P രവീന്ദ്രൻ, RSSൻ്റെ പൊന്നോമന സീമന്ത്രപുത്രൻ ഡോക്ടർ P രവീന്ദ്രൻ, ആ ഡോക്ടർ P രവീന്ദ്രൻ എന്ന കാലിക്കറ്റ് സർവകലാശാല VCക്ക് RSS കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടവൻ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ആ സംസ്ഥാന പ്രസിഡന്റിന് വേണ്ടി എന്തട്ടിമറിയും ഈ മഹാൻ കാലിക്കറ്റ് സർവകലാശാല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 9-ാം തീയതി നടക്കേണ്ട തെരഞ്ഞെടുപ്പ്, എല്ലാ സർവകലാശാല ക്യാമ്പസിലും 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ മഹാൻ MSFന് വേണ്ടി 10-ാം തീയതി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നു. 10-ാം തീയതി തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടോ അവിടെ ഒബ്സർവർമാരെ നിയോഗിക്കുന്നു. ഒബ്സർവർമാർ ഈ MSFന് തന്നെ വേണ്ടപ്പെട്ട ഒബ്സർവർമാരെ നിയോഗിക്കുന്നു. അങ്ങനെ നിയോഗിച്ച് എല്ലാ തരത്തിലും വിദ്യാർത്ഥികളുടെ വിധി അട്ടിമറിക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിച്ചിട്ടാണ് അവസാനം അതും നടക്കുന്നില്ലെന്ന് കാണുമ്പോഴാണ് ബാലറ്റ് പേപ്പർ വിഴുങ്ങി, ബാലറ്റ് പേപ്പർ കീറി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കഴിയുമോ എന്ന പരിശ്രമം നടത്തിയത്. നിർഭാഗ്യവശാൽ 400-500 വോട്ട് ലീഡ് SFIക്കുണ്ട്. അത്രയും വലിയ പള്ളയുള്ള MSF നേതാക്കന്മാരും ഇല്ലാത്തതുകൊണ്ടാവും ഒരു പക്ഷേ അത്രയും ബാലറ്റ് പേപ്പർ വിഴുങ്ങാതിരുന്നത്. കിട്ടിയ ബാലറ്റ് പേപ്പർ ഏതായാലും കുറച്ച് വിഴുങ്ങിയിട്ടുണ്ട്. ആ വിഴുങ്ങിയ ബാലറ്റ് പേപ്പർ ഇനി ഏതായാലും പുറത്തെടുക്കാൻ കഴിയില്ല. അതിൻ്റെ കണക്ക് ഇപ്പോൾ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട്, എത്ര ബാലറ്റ് പേപ്പറാണ് മിസ്സിംഗ് എന്നും എത്ര ബാലറ്റ് പേപ്പറാണ് പോയിട്ടുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. SFIക്ക് കൃത്യമായി പറയാനുള്ളത്, വിദ്യാർത്ഥികൾ എഴുതിയ ജനവിധിയാണ്. ആ വിദ്യാർത്ഥികളുടെ ജനവിധി പുറത്തേക്ക് വരണം. അവിടെ വിജയിക്കാൻ പോകുന്നത് SFI ആണതിൽ സംശയമില്ല. കാരണം 400 വോട്ടിൻ്റെ ലീഡാണ്. ഏതാണ്ട് 3/4 ഭാഗം വോട്ട് എണ്ണി കഴിയുമ്പോൾ SFIക്കുള്ളത്. ആ വിധിയെ മാറ്റിത്തീർത്താൻ ഈ അക്രമങ്ങൾ കൂടി പരിശ്രമിച്ചാൽ ആ പരിശ്രമിക്കുന്നവരുടെ മുഖം വികൃതമാവും എന്നതാണ് ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.